ലണ്ടൻ നഗരത്തിലൂടെ മനോഹരമായ വസ്ത്രം ധരിച്ചുപോയ സ്ത്രീകളെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചു. കാരണം അവർ ധരിച്ചിരുന്ന വസ്ത്രത്തോടുള്ള കടുത്ത അമർഷമായിരുന്നു. ബ്രിട്ടനെ മുഴുവൻ വിറപ്പിച്ച ഈ സംഭവത്തിന് നമ്മുടെ കോഴിക്കോടുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. അതെ, അതാണ് കാലിക്കോ കലാപം. വിദേശികൾ ആദ്യ കാലഘട്ടത്തിൽ കോഴിക്കോട് എത്തിയപ്പോൾ വളരെ നല്ല കോട്ടൺ തുണികൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഇവിടുത്തെ നെയ്ത്തുകാർ പരുത്തിയിൽ നെയ്തെടുത്ത വളരെ നേർത്ത തുണികളായിരുന്നു. കനം കുറഞ്ഞ നല്ല ബലമുള്ള സുഖപ്രദമായ തുണി. അവർ അത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. കോഴിക്കോടിനെ അവർ വിളിച്ചിരുന്നത് കാലിക്കറ്റ് എന്നായി. കാലിക്കറ്റിൽ നിന്നുള്ള തുണിയായതുകൊണ്ട് അവർ അതിനെ കാലിക്കോ എന്ന് പേരിട്ടു. ഈ കോഴിക്കോടൻ കാലിക്കോ തുണി യൂറോപ്പിൽ എത്തിയതോടെ അവിടുത്തെ സമ്പന്നർ മുതൽ സാധാരണക്കാർ വരെ ഇതിൻ്റെ ആരാധകരായി മാറി. പ്രത്യേകിച്ച് നിറങ്ങളും പ്രിന്റുകളും അടങ്ങുന്ന ഇന്ത്യൻ കാലിക്കോ തുണികൾ അത് അവിടെ വലിയ ഫാഷനായി മാറി. എന്നാൽ കാലിക്കോ ഇത്രയും ജനപ്രീതി നേടിയപ്പോൾ ബ്രിട്ടനിലെ വൂൾ സിൽക്ക് വ്യവസായികൾക്ക് ചില ആശങ്കകൾ ഉണ്ടായി. തങ്ങളുടെ തദ്ദേശീയ വ്യവസായം തകരും എന്നവർ ഭയന്നു. ഇന്ത്യൻ തുണികളോടുള്ള കടുത്ത അമർഷം കാരണം തൊഴിലാളികളും നിർമ്മാതാക്കളും 1719 തെരുവുകളിൽ ഇറങ്ങി. അവർ പ്രതിഷേധിച്ചു. കാലിക്കോ തുണിയിൽ നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളെ അവർ പരസ്യമായി ആക്രമിക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാലിക്കോ കലാപം. ഒടുവിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഈ തുണി തന്നെ നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടം കാലിക്കോ ആക്ട് വരെ കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. നമ്മുടെ നാട്ടിൽ പിറന്ന ഒരു സാധാരണ പരുത്തി തുണി ഒരു കാലത്ത് ലോകം വിറപ്പിച്ച സാമ്രാജ്യത്വ ശക്തികളെപ്പോലും കിടുകിടെ വിറപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ മഹത്തായ നെയ്ത്ത് പാരമ്പര്യം. ഇനി ഒരു കോട്ടൺ തുണി കയ്യിലെടുക്കുമ്പോൾ ഒന്ന് സല്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെ വിറപ്പിച്ച ബ്രിട്ടീഷുകാരെ തിരിച്ച് വിറപ്പിച്ച ഒരു പട്ടാളക്കാരനാണെന്ന് കരുതിയാൽ മതി. എല്ലാ വസ്ത്രങ്ങൾക്കും ഇതുപോലെ നിരവധി കഥകളുണ്ട്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.